ഇപ്പോൾ ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഡോക്ടർ ഹാരിസ് ചിറക്കലിനെതിരെ പ്രിൻസിപ്പൽ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹാരിസിന്റെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണം വരുന്നുണ്ട്. ഈ മുറി പൂട്ടിയത് സംബന്ധിച്ച അദ്ദേഹത്തിന്റെ അനുമതിയില്ലാതെ മുറി തുറക്കുന്നു, തുടർന്ന് വേറൊരു പൂട്ടുന്നു, അങ്ങനെ പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ നടപടിയും അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെ ഒരു കള്ളനാക്കി ചിത്രീകരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പൊതുവിൽ നടക്കുന്നത്. സർക്കാർ സംരക്ഷണം നൽകേണ്ട ആളല്ലേ ഡോക്ടർ ഹാരിസ്? കാരണം ഇങ്ങനെ അദ്ദേഹം ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യമൊക്കെ സത്യമാണെന്ന് മനസ്സിലാകുന്നുണ്ട്. ഇങ്ങനെ ഒരു ക്ഷാമം ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഇനിയും അദ്ദേഹത്തിനെ സംരക്ഷിച്ച് നിർത്തേണ്ടത് ആവശ്യമല്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഡോക്ടർ ഹാരിസുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഡോക്ടർ ഹാരിസ് ഒരു ഗവൺമെന്റ് എംപ്ലോയിയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ്. അദ്ദേഹം ഒരിക്കലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെ കണ്ട് പെരുമാറ്റച്ചട്ടത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുന്നു. ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നു. എന്നിട്ടും ഗവൺമെന്റ് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. കാരണം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1960 ഈ രാജ്യത്തിലേക്ക് വേണ്ടിയിട്ടുള്ള നിയമമാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ പെരുമാറ്റച്ചട്ടം. അതിനെ വയലേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഉദ്യോഗസ്ഥനായ ജോലിക്ക് അർഹന എന്നുള്ളതാണ്. കാരണം അവർക്ക് അച്ചടക്കങ്ങളുണ്ട്. അതിനെ ലംഘിച്ചിട്ടും ആരോഗ്യമന്ത്രിയും കേരള സർക്കാരും ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുക, അദ്ദേഹത്തിന് പിന്നെ നടപടി സ്വീകരിക്കാം. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ചുള്ള വിശദീകരണ നോട്ടീസ് അയക്കുക എന്നുള്ളത് പ്രാഥമികമായ കടമയാണ്. അത് ഗവൺമെന്റ് നിയമമാണ്. ആ വിശദീകരണ യോഗം നോട്ടീസ് അയക്കുന്നതിന് മുമ്പായിട്ട് ഒരു സമിതിയെ കൊണ്ട് അന്വേഷിപ്പിച്ചപ്പോൾ അദ്ദേഹം ഈ പെരുമാറ്റച്ചട്ടം വയലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയും എന്നാൽ അദ്ദേഹം എന്നുള്ള വ്യക്തിയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. പക്ഷേ ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ആ അന്വേഷണ സമിതി കണ്ടെത്തിയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു നോട്ടീസ് കൊടുത്തു. അതിന് വിശദീകരണം കുറച്ചുകൂടി തൃപ്തികരമായിട്ട് കൊടുത്തു. അപ്പോൾ ഇതിനോട് ഇൻ ബിറ്റ്വീൻ അവിടെ ഒരു യൂറോളജി വിഭാഗത്തിലെ ശശി തരൂർ എംപിയുടെ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപയുടെ മെഷീൻ വാങ്ങിച്ചു. അതവിടെ ഇല്ല എന്ന് കണ്ടെത്തി. അപ്പൊ അത് കണ്ടെത്താനായിട്ട് അന്വേഷണം പ്രഖ്യാപിച്ചു. സ്വാഭാവികമല്ലേ, ഏത് ഗവൺമെന്റ് അണ്ടറിലുള്ള ഏത് സ്ഥാപനത്തിലും എന്തെങ്കിലും വസ്തു കണ്ടില്ല എങ്കിൽ അത് അന്വേഷിക്കണം. അത് സർക്കാരിന്റെ പ്രാഥമിക ചുമതലയാണ്. അത് പോലീസാണ് അന്വേഷിക്കേണ്ടത്. അപ്പൊ അത് ആ അന്വേഷണം പോലീസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ആ അന്വേഷണം പ്രഖ്യാപിച്ച് മന്ത്രി അപ്പോഴും ഇദ്ദേഹത്തിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം അദ്ദേഹം അന്ന് പത്രസമ്മേളനം നടത്തി അദ്ദേഹം എന്താ പറഞ്ഞത്? എനിക്ക് ഈ മെഷീനെ കുറിച്ച് അറിയത്തില്ല, ഞാനിത് കണ്ടിട്ടില്ല, ഞാൻ തെറ്റുകാരല്ല എന്ന് തോന്നി. പിറ്റേ ദിവസം ഉച്ചയായപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഈ മെഷീൻ എനിക്ക് ഉപയോഗിക്കാൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് ഒരു കോൺട്രഡിക്റ്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞാൽ അതൊരു വൈരുദ്ധ്യമുണ്ട്. അതിനുശേഷം പ്രിൻസിപ്പൾ ഈ സൂപ്രണ്ടിനോട് പോലും പുള്ളി ഈ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ്, ആദ്യത്തെ പത്രസമ്മേളനം നടത്തുന്നതിന് മുമ്പ് തന്റെ ഓപ്പറേഷൻ സർജറിക്ക് ആവശ്യമായ എന്തെങ്കിലും എക്യുപ്മെന്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സൂപ്രണ്ടിനോട് പോലും പ്രിൻസിപ്പളിനോട് ഒരു പരാതി പറഞ്ഞില്ല. പരാതി പറയാനാണ് പത്രസമ്മേളനം നടത്തിയത്. അത് തന്നെ ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ ഇപ്പം വീണ്ടും അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് അത് ഉപയോഗിക്കാൻ അറിയാൻ പറ്റാത്തതുകൊണ്ട് മാറ്റി വെച്ചതാണെന്ന് പറഞ്ഞു. ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. അത് തീർച്ചയായിട്ടും അവിടെ ആ വൈരുദ്ധ്യം ആദ്യം അറിയത്തില്ല എന്ന് പറഞ്ഞു, പിന്നീട് പറഞ്ഞു താൻ ഈ മെഷീൻ മാറ്റി വെച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനായിട്ട് പ്രിൻസിപ്പള് അദ്ദേഹം റൂം ചെക്ക് ചെയ്തു. അതിനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട്, അധികാരമുണ്ട്. പ്രിൻസിപ്പളിന് അത് അധികാരമുണ്ട്. ഇദ്ദേഹത്തിന്റെ സ്വന്തം പ്രോപ്പർട്ടി ഒന്നുമല്ല ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലൂടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ തീർച്ചയായിട്ടും പ്രിൻസിപ്പളിന് ബോധ്യമായ കാര്യങ്ങൾ അത് അദ്ദേഹം എന്താ പറയാ അദ്ദേഹം അതിന്റെ ഹയർ അതോറിറ്റിയോട് റിപ്പോർട്ട് ചെയ്തതിനകത്ത് എന്ത് തെറ്റാ സർക്കാർ ചെയ്തിരിക്കുന്നത്? ഡോക്ടർ ഹാരിസ് അല്ല ഈ രാജ്യത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആണെങ്കിൽ പോലും ഈ പറയുന്ന നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യതയുള്ള ഒരു സർക്കാരും അല്ല നിയമമാണ് ഈ രാജ്യത്തുള്ളത്. അതിന് എന്താണ് ഡോക്ടർ ഹാരിസിന് മാത്രമായ ഒരു എക്സംഷൻ ഉള്ളത്? അതല്ലേ വസ്തു എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രതിപക്ഷം യാതൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇതിനെ വെച്ചുകൊണ്ട് ഒരു ഹാരിസ് ഡോക്ടറുടെ നിയമവിരുദ്ധമായ ആക്ടിവിറ്റീസിനെ കുറിച്ച് അദ്ദേഹം നല്ല ഡോക്ടറാണ്, നല്ലൊരു ഫിസിഷ്യൻ, ഒരു സർജനാണ്, അതൊക്കെ സംഭവിച്ചു. അത് തീർച്ചയായിട്ടും ഗവൺമെന്റ് നടത്തേണ്ട ഗവൺമെന്റ് ബാധ്യത നിയമപരമായിട്ടുള്ള നടപടികൾ മാത്രമേ സ്വീകരിച്ചിട്ടുള്ളൂ. ഇത്തരം സംശയങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിനെ പരിരക്ഷിച്ച് നിർത്തുമെന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്. അദ്ദേഹമല്ല ഏതൊരു ഹ്യൂമൻ ബീയിങ്ങും എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങളുണ്ടായി, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കുക. അത് അന്വേഷിക്കുന്നതിനകത്ത് തെറ്റിരിക്കുന്നത് അദ്ദേഹം തെറ്റുകാരല്ലെങ്കിൽ അത് സർക്കാർ എന്തെങ്കിലും ചെയ്യും. ഇതുവരെ അദ്ദേഹത്തിന് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. വേറെ ഏതെങ്കിലും ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഉത്തർപ്രദേശ് ഗവൺമെന്റ് കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് മുമ്പ് കോവിഡ് കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ 620 കുഞ്ഞുങ്ങൾ 2 മെഡിക്കൽ കോളേജുകളിൽ ഉത്തർപ്രദേശിൽ കേവലം 11 ദിവസങ്ങളുടെ ശിശുക്കൾ മരിച്ചു. അറിയാമല്ലോ, ലോകം മുഴുവൻ ചർച്ച ചെയ്താ. അവിടെ ഓക്സിജൻ കിട്ടാതെ മരിച്ച കുഞ്ഞുങ്ങളോടെ കണ്ടപ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഹെഡായ ഡോക്ടർ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി ഓക്സിജൻ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്തപ്പോൾ ആ
ഉത്തർപ്രദേശ് ഗവൺമെന്റ് അദ്ദേഹത്തിന് പിരിച്ചുവിടുക മാത്രമല്ല അദ്ദേഹത്തിന് ജയിലിലിട്ടു. അങ്ങനെ ഒരു നാടാണ് ഇന്ത്യ. അവിടെയാണ് ഈ ഹാരിസിന് ഇതുവരെ പോലും നടപടി സ്വീകരിക്കാണ്ട് അന്വേഷണം മാത്രം നടത്തുന്നത്. അങ്ങനെ ഒരു ഗവൺമെന്റിനെ എങ്ങനെയാണ് കുറ്റപ്പെടുത്താൻ പറ്റുക? ഇനി ഹാരിസിന് എക്സംഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഈ മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും എന്ത് രീതിയിലുള്ള തെറ്റുകളും ചെയ്താലും ചോദിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം വരികയല്ലേ? അതുകൊണ്ട് ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർക്ക് ഒരു കാരണവശാൽ അദ്ദേഹത്തിന് മാത്രം ഒരു എക്സംഷൻ കൊടുക്കാൻ നിയമം അനുവദിക്കുന്നില്ല. നിയമപരമായിട്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകും. ഇപ്പോഴും അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് സർക്കാർ. അത് എനിക്ക് പരമായി ഞാൻ അന്ന് ആദ്യമായുള്ള ചാനൽ ചർച്ചകളിലെല്ലാം പറയുന്നത്, ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം ഈ ലോകത്തിന് മാതൃകയായി, രാജ്യത്തിന് മാതൃകയായ, ലോകത്തിന്റെ മുമ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെട്ട നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രി സംവിധാനങ്ങളെ തകർത്തുകൊണ്ടോ അല്ലെങ്കിൽ അവിടെ നിന്ന് രോഗികളെ സ്വകാര്യ ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയേറ്ററാണോ ഇദ്ദേഹം എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഒരു സംശയമില്ല, ഞാനത് തുറന്നു പറയുന്നു. അല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം തന്റെ ഡിപ്പാർട്ട്മെന്റ് കണ്ട പ്രശ്നങ്ങളെ കുറിച്ച് ശരിയോ തെറ്റോ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഉന്നത അധികാരികളോട് അത് ബന്ധപ്പെട്ട് അതിനോട് പരിഹാരം കണ്ടെത്തുമായിരുന്നു ചെയ്യേണ്ടിരുന്നത്. ഒരു മെഡിക്കൽ കോളേജിൽ 10,000-കണക്കിന് ആൾക്കാർ ദിവസേന ആശ്രയിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിനെ സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുക, നമ്മുടെ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നു തരിപ്പണമാണെന്നും പറഞ്ഞ് അവതരിപ്പിച്ച ഒരു രോഗികളെ 8 വർഷം കൊണ്ട് എല്ലാ വിഭാഗത്തിൽപ്പെട്ട രോഗികളും സർക്കാർ ആശുപത്രിയിൽ ആശ്രയിക്കുന്ന ആ രോഗികളെ സ്വകാര്യ ഭീമന്മാരുടെ അടുത്തേക്ക് പോയി അവരെ ഊറ്റിയെടുക്കാനുള്ള രീതിയിലുള്ള ഒരു മാർഗം ഇദ്ദേഹം ഓപ്പൺ ചെയ്യുകയാണെന്നുള്ള സംശയം ആരെങ്കിലും ആരോപിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഡോക്ടർ ഹാരിസ് അല്ല ആരാണെങ്കിലും, ഏത് പൗരനാണെങ്കിലും, ഏത് ഉന്നതനാണെങ്കിലും നിയമത്തിന്റെ വഴിയെ സഞ്ചരിച്ച നിയമത്തിന് വിധേയനാണ്. തെറ്റ് കണ്ടു അല്ലെ തെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അഗ്നിശക്തി വെച്ച് തിരിച്ചു വരാം. ഇവിടെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വസ്തുതാപരമായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടുകൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ഹാരിസ് അതിനോടൊപ്പം ചേരുക എന്നുള്ളതാണ് അതിന്റെ ശരി. അല്ല എങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം നെല്ലും ബദലും തിരിച്ചറിയും. ശരി, വളരെ നന്ദിയുണ്ട് റെജി ലൂക്കോസ് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.